ഓപ്പറേഷൻ തൂഫാൻ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ജില്ലാതല ജാഗരൺ റാലിക്ക് ആലപ്പുഴ സാക്ഷിയാകുന്നു. ആലപ്പുഴയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കോർത്തിണക്കി ഓപ്പറേഷൻ തൂഫാൻ ജാഗരൺ റാലി ശനിയാഴ്ച സംഘടിപ്പിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി ടി.കെ. വിഷ്ണു പ്രദീപ് പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ 514 കേസുകളിലായി 565 പേർ അറസ്റ്റിലായതായും ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കി. ആലപ്പുഴയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കോർത്തിണക്കി ഓപ്പറേഷൻ തൂഫാൻ ജാഗരൺ റാലി ശനിയാഴ്ച സംഘടിപ്പിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി ടി.കെ. വിഷ്ണു പ്രദീപ് പറഞ്ഞു. ശനിയാഴ്ച വൈകിട്ട് 3:30 ആലപ്പുഴ ബീച്ചിന് സമീപത്തെ റീക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്നാണ് റാലി ആരംഭിക്കുന്നത്. കണ്ണൻവർക്കി-പാലം വഴി സഞ്ചരിക്കുന്ന റാലി ലിയോ 13 സ്കൂളിൽ സമാപിക്കും. തുടർന്ന് സ്കൂളിൽ നടക്കുന്ന സമ്മേളനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ലഹരി വിരുദ്ധ ദൗത്യമായ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിൻ്റെ ഭാഗമായിട്ട് ആലപ്പുഴ ജില്ലയിൽ തൂഫാൻ ജാഗരൺ എന്ന ഒരു പ്രോഗ്രാം ഈ ഓഗസ്റ്റ് 1-ാം തീയതി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. തൂഫാൻ ജാഗരണിൽ ബഹുജന പങ്കാളിത്തം നല്ല രീതിയിൽ ഉറപ്പുവരുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ജില്ലയിലെ മറ്റ് എല്ലാ ജനപ്രതിനിധികളും MLA-മാരും MP-മാരും ഉൾപ്പെടുന്ന എല്ലാ ജനപ്രതിനിധികളും വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങളുമൊക്കെ പങ്കെടുത്തുകൊണ്ട് SPC കുട്ടികളും NSS NCC മറ്റ് ഹോസ്പിറ്റൽസും മെഡിക്കൽ വിദ്യാർത്ഥികൾ നഴ്സിംഗ് വിദ്യാർത്ഥികൾ അങ്ങനെ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഉള്ളൊരു ബഹുജന റാലിയും അത് കഴിഞ്ഞിട്ടുള്ളൊരു ബഹുജന സമ്മേളനവുമാണ് ഈ ഓഗസ്റ്റ് 1-ന് വൈകിട്ട് 3:30 നമ്മുടെ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ വെച്ചിട്ട് ആരംഭിച്ചിട്ട് ലിയോ 13 സ്കൂളിൽ സമാപിക്കുന്നത്. ലിയോ 13 സ്കൂളിൽ വെച്ചിട്ടാണ് ഈ ഒരു ബഹുജന സമ്മേളനം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, മന്ത്രി M. ലിജു, KC വേണുഗോപാൽ MP, കൊടിക്കുന്നിൽ സുരേഷ് MP തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട സബ് ഡിവിഷൻ തലത്തിൽ നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. കൂടാതെ 150 പേർക്ക് തൂഫാൻ വാരിയേഴ്സ് ബാഡ്ജും നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ജില്ലയിൽ ഇതുവരെ 514 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 565 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതായും അദ്ദേഹം വ്യക്തമാക്കി.